പാതിവില തട്ടിപ്പ് കേസിൽ കള്ളപ്പണത്തിന്റെ പങ്ക് പറ്റിയ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് ഇ ഡി. ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത അനന്തുകൃഷ്ണൻ, ആനന്ദ്കുമാർ എന്നിവർക്ക് പുറമെ മറ്റു ചിലരും കോടികൾ സാമ്പത്തിക നേട്ടമുണ്ടാക്കി. ഭൂമി വിൽപ്പനയ്ക്ക് അനന്തുകൃഷ്ണനിൽ നിന്ന് അഡ്വാൻസ് തുക കൈപ്പറ്റിയ ഭൂ ഉടമകളുടെ മൊഴികളും ഇ ഡി രേഖപ്പെടുത്തുകയാണ്. പാതിവില തട്ടിപ്പ് കേസിലെ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെ ക്രൈംബ്രാഞ്ച് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. പാതിവില തട്ടിപ്പിന്റെ സൂത്രധാരൻ അനന്തുകൃഷ്ണനെ ഒന്നാം പ്രതിയും NGO കോൺഫെഡറേഷൻ ചെയർമാൻ KN ആനന്ദകുമാറിനെ രണ്ടാം പ്രതിയാക്കിയും ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിന്റെ തുടർച്ചയായിരുന്നു ഇ ഡിയും ECI രജിസ്റ്റർ ചെയ്തത്. 8000-ഓളം പരാതികളുള്ള കേസിൽ 1000 കോടിയോളം രൂപയാണ് ഇരുചക്ര വാഹനങ്ങൾക്കടക്കം പകുതി വില നൽകിയവർക്ക് നഷ്ടപ്പെട്ടത്. തട്ടിപ്പിലൂടെ സമാഹരിച്ച പണം കൈവശമാക്കിയ മറ്റു ചില കണ്ണികളും കേസിലുണ്ടെന്നാണ് ഇ ഡി അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. അറസ്റ്റിലായ അനന്തകൃഷ്ണൻ തട്ടിപ്പ് പണം ഉപയോഗിച്ച് വൻതോതിൽ ഭൂസ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിരുന്നു. ഇതിനു പുറമെ പലർക്കും ഭൂമിക്കായി അഡ്വാൻസ് തുകകളും കൈമാറി. ഇങ്ങനെ പണം കൈപ്പറ്റിയ ഭൂവുടമകളുടെ മൊഴിയെടുക്കുകയാണ് ഇ ഡി. ഇതിനുശേഷം അനന്തകൃഷ്ണൻ, ആനന്ദകുമാർ എന്നിവരെ ചോദ്യം ചെയ്യും. പാതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് ക്രൈംബ്രാഞ്ച് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. കേസിൽ ലാലി വിൻസെന്റ് കുറ്റക്കാരിയല്ലെന്നും മുഖ്യപ്രതി അനന്തകൃഷ്ണനിൽ നിന്ന് വാങ്ങിയ പണം വക്കീൽ ഫീസാണെന്നുമാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. എന്നാൽ ലാലി വിൻസെന്റിനെതിരായ അന്വേഷണം ഇ ഡി തുടരും. ജനം, കൊച്ചി.